വാർഡ് പിടിച്ചെടുത്ത സന്തോഷത്തിന് 700 കുടുംബങ്ങൾക്ക് ബിരിയാണി വിളമ്പി. ചോക്കാട് പഞ്ചായത്ത് മഞ്ഞപ്പെട്ടിയിലാണ് 300 കിലോ ബിരിയാണി വിതരണം ചെയ്തത്. ചോക്കാട് പഞ്ചായത്ത് മഞ്ഞപ്പെട്ടി 17-ാം വാർഡ് 15 വർഷമായി UDF കുത്തകയായിരുന്നു. ഇത് അട്ടിമറിച്ചതാണ് പ്രവർത്തകർ ആഘോഷമാക്കിയത്. അംഗനവാടി അധ്യാപികയായ ശ്രീമതി ടീച്ചറെ കളത്തിലിറക്കിയാണ് LDF ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങിയത്. ഫലം വന്നപ്പോൾ 86 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വാർഡിൽ LDF വിജയം നേടി. ഇത് ആഘോഷമാക്കിയാണ് പ്രവർത്തകർ ബിരിയാണി വിളമ്പിയത്. ഇതിനായി 200 കിലോ തൂക്കമുള്ള പോത്തും 210 കിലോ അരിയും സംഘടിപ്പിച്ചു. ബിരിയാണി വെച്ച് വീടുകളിലെത്തിക്കുകയായിരുന്നു. ബീഫ് പറ്റാത്തവർക്ക് ചിക്കനും ശബരിമല തീർത്ഥാടകർക്ക് പച്ചക്കറി സദ്യയും പ്രത്യേകം ഒരുക്കിയിരുന്നു. വാർഡിനെ അവഗണിച്ച UDFന്റെ സമീപനത്തിനും അഹന്തയ്ക്കുമുള്ള തിരിച്ചടിയാണിതെന്ന് ബ്രാഞ്ച് സെക്രട്ടറി VM ബാപ്പുട്ടി പറഞ്ഞു. 15 വർഷക്കാലത്തിന് ശേഷം മഞ്ഞപ്പെട്ടി 17-ാം വാർഡ് LDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഈ വാർഡിൽ ഇനി മുതൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഇപ്പോൾ ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് വരെയുള്ള ഒരു മെമ്പറായിരിക്കും ഇപ്പോഴത്തെ LDFന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ LDFന്റെ സാരഥി. ഇത്രയും കാലം കടുത്ത വിവേചനം സഖാക്കൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. പലവരോടും പാർട്ടി മാറിയെങ്കിൽ മേലെ ആനുകൂല്യങ്ങൾ തരൂ എന്ന് പറഞ്ഞവരെ മെമ്പർ വരെ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. അതിന്റെ ഈ തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും. അതിനിവിടെ ഏകദേശം ഒരു 3 കിൻഡലോളം ചോറ് വെച്ച് ഇവിടുത്തെ ഈ വാർഡിലുള്ള 18-ാം വാർഡിന്റെ ചില ഭാഗങ്ങളിലും ഞങ്ങൾ ഈ ചോറ് വിതരണം നടത്തുന്നുണ്ട്. വാർഡ് പിടിച്ചെടുക്കാനായതിൽ പിന്നെ ശനിയാഴ്ച LDF പ്രവർത്തകർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. രാത്രി തന്നെ ബിരിയാണി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു പ്രവർത്തകർ. നാട്ടുകാർക്കും വാർഡിൽപ്പെട്ടവർക്കും യാതൊരുവിധ പക്ഷഭേദവും കാണിക്കാതെ തന്നാലാവുന്നത്ര സേവനം ചെയ്യുമെന്ന് പുതുതായി തിരഞ്ഞെടുത്ത വാർഡംഗം ശ്രീമതി ടീച്ചർ പറഞ്ഞു. നല്ലവരായ എൻ്റെ നാട്ടുകാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എന്നോട് സഹകരിച്ച എല്ലാവർക്കും, ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല, പിന്നെ എന്നോടൊപ്പം ഈ പ്രയത്നത്തില് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ തുടർ ജീവിതം ഇതേപോലെ ഒരു ചോറുവെപ്പിലൂടെ മാത്രമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതജാതി ഭേദമന്യേ എല്ലാവർക്കും എത്തിക്കണമെന്ന് എനിക്ക് പൂർണ്ണമായ ഇതുണ്ട്. പക്ഷെ അത് എല്ലാവരും വിജയിപ്പിക്കാൻ എൻ്റെ കൂടെ ഇതിന് പ്രവർത്തിച്ച എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഭാവി ജീവിതത്തിലും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. VM ബാപ്പുട്ടി, അക്ബർ പൂളക്കൽ, ഷമീർ പൂവത്തിക്കൽ, NK അസ്ലം, സുന്ദരൻ, VP കുഞ്ഞിപ്പ, ശങ്കരൻ നാണി, P അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകാധിപത്യം നിലനിന്നിരുന്ന 15 വർഷത്തിന് ശേഷം മഞ്ഞപ്പെട്ടി വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീമതി ടീച്ചറിലൂടെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തേരോട്ടം മഞ്ഞപ്പെട്ടി വാർഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുവാൻ സാധിക്കും. സഖാക്കളുടെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ എല്ലാതരം പാർട്ടി സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞപ്പെട്ടിയിൽ പാർട്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വിജയം മഞ്ഞപ്പെട്ടിയിലെ ജനങ്ങള് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അധിക്ഷേപത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ UDF മുന്നണിയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് മഞ്ഞപ്പെട്ടി വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.